നമസ്കാരം, ഡ്രൈവ് മോട്ടോയുടെ ഏറ്റവും പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ആദർശ്. ഇന്ന് എത്തിയിരിക്കുന്നത് ഈ ഒരു സ്പ്ലെൻഡർ പ്ലസിൻ്റെ യൂസർ റിവ്യൂമായിട്ടാണ്. ഇപ്പോൾ കെടികെട്ടിയ പല വണ്ടികളും ഇറങ്ങിയിരിക്കുന്ന ഒരു സമയമാണെങ്കിലും ഈ ഒരു വണ്ടി തപ്പിപ്പിടിച്ച് അതിൻ്റെ യൂസർ റിവ്യൂ കൊണ്ടുവന്നതിനുള്ള പ്രധാനപ്പെട്ട ഒരു കാരണം ഇതിന് ഇഷ്ടംപോലെ ഫാൻസ് ഉണ്ടെന്ന് കമൻറ്റ് സെക്ഷനിലൂടെ എനിക്ക് മനസ്സിലായതുകൊണ്ടാണ്. സോ ഞാൻ മത്സരിട്ടൊന്നുമില്ല, നമുക്ക് റിവ്യൂയിലേക്ക് കിടക്കാം. അപ്പോൾ നമുക്ക് ഇന്ന് ഈ ഒരു സ്പ്ലെൻഡർ പ്ലസ് തന്നിരിക്കുന്നത് ആകർഷ് അജയാണ്. ആകർഷ് ഒരു ഗായകൻ കൂടിയൊക്കെയാണ്. അപ്പോൾ നമുക്ക് ആകർഷ് അജയെ ഡ്രൈവ് മോട്ടോയിലേക്ക് സ്വാഗതം ചെയ്യാം. നമസ്കാരം. ആകർഷ് ഈ ഒരു വണ്ടി എടുത്ത ഏത് ഇയറിലാണ്? ഞാൻ കഴിഞ്ഞ വർഷമാണ് ഈ വണ്ടി എടുത്തത്. കഴിഞ്ഞ വർഷം 2021. ഓക്കെ. ആ ഒരു സമയത്ത് വണ്ടിയുടെ പ്രൈസ് എത്രയായിരുന്നു? 85,000 ആയിരുന്നു. 85 ഒക്കെയാണ് എടുത്തപ്പോൾ. ഓക്കെ. അപ്പോൾ ഇനി എല്ലാവരും നമ്മളോട് സ്ഥിരമായി ഈ ഒരു വാഹനം എടുക്കുമ്പോൾ നോർമലി ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്, കമൻസിലൊക്കെ ഇഷ്ടംപോലെ വരുന്ന ഒരു ക്വസ്റ്റ്യനാണ്. മൈലേജ് കമ്പനി പറയുന്ന അത്രയും കിട്ടുന്നുണ്ടോ? 80 അടുപ്പിച്ച് കിട്ടുന്നുണ്ടോ? 80 അടുപ്പിച്ച് കിട്ടുന്നുണ്ട്. 80 അടുപ്പിച്ച് കിട്ടും. അതെ. ഓക്കെ. അപ്പോൾ ഒരു നോർമൽ റണ്ണിലാണോ സിറ്റിയിൽ എങ്ങനെ പോയിരുന്നാലും അത്യാവശ്യം എങ്ങനെ പോയാലും നമുക്ക് അത്യാവശ്യം അത്രയും തന്നെ കിട്ടുന്നുണ്ട്. പിന്നെ ഇതിൻ്റെ ഒരു ഗുണമെന്ന് വെച്ചാൽ നമുക്ക് ടോപ്പ് ഗിയറിൽ ഒരു 40 ആ സ്പീഡിലൊക്കെ പോകാൻ പറ്റും, മറ്റു വണ്ടികളെ പോലെ അല്ല. അപ്പോൾ അതുകൊണ്ടൊക്കെ ആയിരിക്കാം. അതെ. ഇന്നടുത്ത് എല്ലാവരും ആകാംക്ഷയോടെ അറിയാണ്ടിരിക്കുന്ന ഒരു കാര്യം സർവീസിനെ പറ്റിയായിരിക്കും. സർവീസ് എത്രത്തോളം മെച്ചമാണ്? സർവീസ് ഞാൻ കൊണ്ടു കൊടുക്കുന്ന സർവീസ് സെൻറ്റർ എന്ന് പറയുന്നത് ഈഞ്ചക്കിലുള്ള ഹീറോയാണ്. അവിടെ നല്ല രീതിയിലുള്ള ദിയ ഹീറോ. അതെ, അവിടെ നല്ല രീതിയിലുള്ള സർവീസ് തന്നെയാണുള്ളത്. രാവിലെ ഒരു പെർട്ടിക്കുലർ ടൈം പറയും, നമ്മൾ അവിടെ ചെല്ലുക, കൊടുക്കുക. വൈകുന്നേരം ആകുമ്പോൾ നമുക്ക് തിരിച്ച് കിട്ടുകയും ചെയ്യും. നമുക്ക് എന്ത് കംപ്ലയിൻറ്റ് ഉണ്ടെങ്കിൽ നമുക്ക് അവരുടെ അടുത്ത് പറയാം, അവരത് വേണ്ട കാര്യങ്ങൾ അവർ അതേപോലെ ചെയ്യുന്നുണ്ട്. അവിടുത്തെ ഒരു ബിഹേവിയറൊക്കെ നല്ലത് തന്നെയാണ്. അതെ, നല്ല രീതിയിലുള്ള ബിഹേവിയർ തന്നെയാണുള്ളത്. എത്രാമത്തെ സർവീസ് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു? അത് രണ്ടാമത്തെ സർവീസ് ആയിരുന്നു. രണ്ടാമത്തെ സർവീസ് കഴിഞ്ഞുള്ളൂ. അപ്പോൾ എത്ര കിലോമീറ്ററായി? 8,000 കിലോമീറ്റർ അടുപ്പിച്ചായത്. 8,000 കിലോമീറ്റർ ആയിട്ടുണ്ട്. ഇപ്പോൾ സർവീസ് ചെയ്തപ്പോൾ 8,000 കിലോമീറ്ററിലാണ്? അല്ല, ഞാൻ 6,000 കിലോമീറ്ററിലാണ്. 6,000 കിലോമീറ്ററിൽ. അപ്പോൾ ഇതിനൊരു കോസ്റ്റ് എത്രത്തോളം വന്നായിരുന്നു? ഇത് ഫ്രീ സർവീസ് ആയിരുന്നു. പിന്നെ ഓയിൽ ചേഞ്ച് ചെയ്തതിൻ്റെ കാശ്, ഓയിലിൻ്റെ ക്യാഷ് മാത്രമേ ആയിട്ടുള്ളൂ. ഓക്കെ. ഇതിൻ്റെ ഒരു ക്വാളിറ്റിയൊക്കെ പറ്റി പലരും നമ്മളുടെ കമൻറ്റ് സെക്ഷനിൽ ചോദിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇതിൻ്റെ ഒരു ക്വാളിറ്റി ചോദിച്ചു കഴിഞ്ഞാൽ സ്വിച്ച് ക്വാളിറ്റി അങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങളൊക്കെ ചോദിച്ചാൽ, അത് മറ്റ് പാർട്സിൻ്റെ ക്വാളിറ്റിയൊക്കെ ചോദിച്ചാൽ എങ്ങനെയുണ്ട്? ക്വാളിറ്റി എന്ന് പറയുമ്പോൾ അതിന് റസ്റ്റിങ്ങിൻ്റെ ഒരു പ്രശ്നമുണ്ട്. പെട്ടെന്ന് തുരുമ്പടിക്കുന്നുണ്ട്. ഇത് എടുത്തിട്ട് തന്നെ 1 വർഷം അടുപ്പിച്ചായതേ ഉള്ളൂ. പക്ഷേ എന്നിട്ട് അതിൻ്റെ ഹാൻഡിൽ ഫുഡ് റെസ്റ്റിൻ്റെ അവിടെയൊക്കെ കുറച്ച് അത് പലരും ഇതുപോലെ നമ്മളുടെ കമൻറ്റ് സെക്ഷനിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അല്ലാതെ വേറെ സ്വിച്ച് ക്വാളിറ്റിയിൽ അങ്ങനെ എന്തെങ്കിലും പ്രശ്നം ഇല്ല? വേറെ അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നുമില്ല, ഇഷ്യൂസ് ഒന്നുമില്ല. ഓക്കെ. അടുത്ത ഇനി വേറെ നോർമലി എല്ലാവരും പറഞ്ഞു കേട്ട ഒരു സംഭവമാണ് ഈ i3-മായി ബന്ധപ്പെട്ട ബന്ധപ്പെട്ടുള്ള പ്രശ്നങ്ങളൊക്കെ. വണ്ടി പയ്യെ പോകുമ്പോൾ സ്ലോ ആയിട്ട് പോകുന്ന സമയത്ത് വണ്ടി ഓഫ് ആവുന്നുണ്ടെന്നും, അതേപോലെ തന്നെ i3s ചിലപ്പോൾ വർക്കാവുന്നതിൽ എന്തോ ഇഷ്യൂ ഉണ്ടെന്നൊക്കെ, അങ്ങനെ എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടായിരുന്നു? ഉണ്ട്. i3sൻ്റെ ഒരു പ്രശ്നമുണ്ട്. അല്ലാതെ ഈ മിസ്സിങ്ങിൻ്റെ കംപ്ലയിൻറ്റും വരുന്നുണ്ട്. അപ്പോൾ അത് സർവീസ് സെൻറ്ററിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നോ? ഞാൻ ഇനി അടുത്ത സർവീസിന് പോകുമ്പം പറയാമെന്ന് വിചാരിച്ചു. കാരണം ആ ഒരു സർവീസിൻ്റെ ടൈമിൽ ഇങ്ങനത്തെ ഒരു പ്രശ്നമൊന്നും ഇല്ലായിരുന്നു. സർവീസിന് ശേഷമാണ് ആ ഒരു പ്രശ്നം വന്നത്. അത് ഒരു 2 months ആയതേ ഉള്ളൂ ഇങ്ങനെ ഒരു കംപ്ലയിൻറ്റ് വന്ന് തുടങ്ങിയിട്ട് i3sൻ്റെയും അതേപോലെ തന്നെ ഈ ഒരു മിസ്സിങ്ങിൻ്റെയും. ഓക്കെ. അപ്പോൾ അതിനി അടുത്ത സർവീസിൽ നോക്കിയിട്ടേ നമുക്ക് അറിയാൻ കഴിയുള്ളൂ. പക്ഷേ നോർമലി ഇങ്ങനെ കേൾക്കുന്നുണ്ട് ഇങ്ങനെ പ്രശ്നമുണ്ടെന്ന്. അതിപ്പോൾ ഉണ്ട്. ഓക്കെ. സ്ലോ ഡൗൺ ഒക്കെ പോകുന്ന സമയത്തും അങ്ങനെ അതൊരു പ്രശ്നമുണ്ട്. പിന്നെ i3sൻ്റെ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ട്രാഫിക്കിലൊക്കെ നിൽക്കുന്ന സമയത്ത് i3s എന്ന് പറയുമ്പോഴേ അതാണ് ക്ലച്ച് പിടിച്ച് സ്റ്റാർട്ടാക്കണം. പക്ഷേ ഇത് ക്ലച്ച് പിടിക്കുന്ന സമയത്ത് ചിലപ്പോൾ ഓണായെന്ന് വരത്തില്ല. പിന്നെ അല്ലാതെ നമ്മൾ ആ ഒരു ക്രൈസിസ് വരുന്നുണ്ട്, അല്ലെങ്കിൽ പ്രശ്നം വരുന്നുണ്ട്. ഇതിൽ കിക്കർ വരുന്നുണ്ടല്ലോ? കിക്കറുണ്ട്. അപ്പോൾ കിക്കർ എത്രത്തോളം ഉപയോഗപ്രദമാണ്? കിക്കർ ഞാൻ ഉപയോഗിക്കുന്ന രാവിലെ എടുക്കുമ്പോൾ മാത്രമേ കിക്കർ അടിച്ച് ഞാൻ സ്റ്റാർട്ട് ചെയ്യാറുള്ളൂ. അല്ലാതെ ഞാൻ അങ്ങനെ സ്റ്റാർട്ട് ആകാൻ ബുദ്ധിമുട്ടൊന്നുമില്ല? ഇല്ല, ബുദ്ധിമുട്ടൊന്നും. ഞാനിത് ചോദിക്കാൻ കാരണം എക്സ്പൾസിൽ നമുക്ക് കിക്കർ കൊണ്ട് വലിയ ഉപയോഗമില്ല എന്ന് പറയുന്നുണ്ട്. സ്റ്റാർട്ട് ആവുന്നില്ല പലപ്പോഴും കിക്കർ ഉപയോഗിച്ചിട്ട്. അപ്പോൾ അതാണ് ചോദിച്ചത്. ഇല്ല, അങ്ങനത്തെ ഒരു ഇഷ്യൂസ് ഒന്നുമില്ല. ഓക്കെ. ഇനി അടുത്തത് വേറെ എന്തെങ്കിലും കംപ്ലയിൻറ്റ്സ്, ഈ i3sൻ്റെ കംപ്ലയിൻ്റ് അല്ലാതെ മറ്റെന്തെങ്കിലും കംപ്ലയിൻറ്റ്സ് ഈ ഒരു കിലോമീറ്ററിനകത്ത് അറിയാൻ അങ്ങനെ കഴിഞ്ഞിട്ടുണ്ടോ? ഇല്ല, അങ്ങനെ വേറെ വിഷയമൊന്നും ഉണ്ടായിട്ടില്ല. ഈ വാഹനം ഒരു കമ്മ്യൂട്ടർ ബൈക്കാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ വളരെയധികം സ്പീഡിൽ പോകാനായിട്ട് യൂസ് ചെയ്യുന്ന ഒരു വണ്ടിയായിട്ട് കരുതാറില്ല. അപ്പോൾ ഇതിൻ്റെ ഒരു എന്തായാലും ആകർഷണം അങ്ങനെ ആയിരിക്കുമല്ലോ? അതെ. അപ്പോൾ ഇതിൻ്റെ ഒരു വൈബ്രേഷൻ ഫീൽ ചെയ്യുന്നത് എത്ര സ്പീഡ്? ഒരു 50-60 കഴിയുമ്പോഴത്തേക്കുമാണ് ഇതിൻ്റെ ഈ ഒരു പ്രശ്നം. വൈബ്രേഷൻ ഉണ്ട്. 60-ന് ശേഷമൊക്കെയാണ് മിക്കവാറും വരുന്നത്. ഓക്കെ. എൻ്റെ മുമ്പ് ഒരു പാഷൻ പ്ലസ് ഉണ്ടായിരുന്നപ്പോൾ നമുക്കും അന്നത്തെ ഹീറോ ഹോണ്ട ആയിരുന്ന സമയത്തും ഇതേ ഒരു സംഭവം തന്നെയാണ്. ഒരു 50-ന് ശേഷം 60 റേഞ്ച് തൊട്ടൊക്കെയാണ് വൈബ്രേഷൻ വരുന്നത്. അതുപോലെ തന്നെയാണ് ഇപ്പോഴും? അതെ, ഇപ്പോഴും അത് തന്നെയാണ്. ഓക്കെ. ഇനി റൈഡിങ് കംഫർട്ടിനെ പറ്റി ചോദിച്ചാൽ എങ്ങനെയുണ്ട് ഈ വണ്ടി? റൈഡിങ് കംഫോർട്ട് നല്ലതാണ്. പക്ഷേ ലോങ് ഡിസ്റ്റൻസ് പോകുന്ന സമയത്ത് ബാക്ക് പെയിൻ ഉണ്ടാവാറുണ്ട്. ലോങ് ഡിസ്റ്റൻസ് എന്ന് പറയുമ്പോൾ ഏകദേശം എത്ര കിലോമീറ്ററൊക്കെ പോകുമ്പോൾ? ഒരു 100 കിലോമീറ്റർ ഒക്കെ കഴിയുമ്പോഴാണ് കൂടുതലും ഉണ്ടാവാറുള്ളത്, ബാക്ക് പെയിനൊക്കെ വരാറുള്ളത്. ഓക്കെ.
പിന്നെ എന്തായാലും അതിൻ്റെ കാര്യം ചോദിച്ചപ്പോൾ വേറൊന്നുകൂടെ ചോദിക്കാം. ഈ സസ്പെൻഷൻ്റെ കാര്യത്തിലൊക്കെ എത്രത്തോളം എഫക്റ്റീവാണ്? സസ്പെൻഷൻ സ്പ്ലെൻഡർ ആയതുകൊണ്ട് തന്നെ ആവശ്യത്തിന് സസ്പെൻഷൻ ഉണ്ട്. ഈ ഒരു വാഹനത്തിനെ സംബന്ധിച്ചിടത്തോളം കൂടുതലും പില്ലിയണിന് കുറച്ചുകൂടെ ഒരു സുഖമുള്ള ഒരു റൈഡ് കൊടുക്കുന്ന ഒരു വണ്ടിയാണ്. അപ്പോൾ ഇതുവരെ പുറകിൽ ആരെങ്കിലുമൊക്കെ ഇരുത്തി പോകുന്ന സമയത്ത് എങ്ങനെയാണ് അവരുടെയൊക്കെ ഒരു റെസ്പോൺസ്? നല്ല സുഖമായിട്ട് പോകാൻ? അവർക്ക് പ്രത്യേകിച്ച് വേറെ കുഴപ്പമൊന്നും ഉണ്ടാവാറില്ല. പിന്നെ ഇടയ്ക്ക് ഇതേ പറഞ്ഞ് ലോങ് ഡിസ്റ്റൻസ് പോകുന്ന സമയത്ത് അവർക്കും ഇതേപോലെ ബുദ്ധിമുട്ടുണ്ടാവുന്നു എന്ന് പറയാറുണ്ട്. മേ ബി സസ്പെൻഷനൊക്കെ ഇപ്പോൾ കുറച്ചുകൂടെ സ്റ്റിഫായിരിക്കും. അതിന് കുറച്ചുകൂടെയൊക്കെ മാറി വരുമ്പോൾ ചേഞ്ച് വരുമായിരിക്കും. ഓക്കെ. അപ്പോൾ പില്ലിയണിനെ വെച്ചുകൊണ്ട് പോകുന്ന സമയത്ത് ഈ കയറ്റം കയറാൻ അങ്ങനെയൊക്കെ ബുദ്ധിമുട്ട് വരാറുണ്ടോ? കയറ്റം കയറാൻ ബുദ്ധിമുട്ട് ഉണ്ട്. അതെ, ഫസ്റ്റ് ഇട്ട് കയറേണ്ട ഒരു സിറ്റുവേഷൻ വരെ വന്നിട്ടുണ്ട്. ഓക്കെ. അതെ, തേര് കയറുന്ന സമയത്ത്. അതായത് ചെറിയ കയറ്റമാണെങ്കിൽ പോലും ചിലപ്പോൾ ചെറിയ കയറ്റത്തിന് കുഴപ്പമില്ല. ഈ നല്ലൊരു കുത്തനെയുള്ള കയറ്റമൊക്കെ ആണെങ്കിൽ ഒറ്റയ്ക്കാണെങ്കിൽ പ്രശ്നമില്ല. ഒറ്റയ്ക്കാണെങ്കിൽ പ്രശ്നമൊന്നുമില്ല. ഒരാളെയും കൂടെ വെച്ചുകൊണ്ട് പോകുമ്പോൾ വെയിറ്റ് കൂടുമ്പോൾ വണ്ടിയുടെ ഒരു പവർ എത്രയേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് കൂടെയൊക്കെ ആയിരിക്കാം. അപ്പോൾ ഒരു ഫാമിലി ഓറിയൻറ്റഡ് ആയിട്ടുള്ള ഒരാൾക്ക് എടുക്കാൻ പറ്റിയൊരു വണ്ടിയാണോ? തീർച്ചയായിട്ടും എടുക്കാന്നുള്ളതാണ്. ഈ ഒരു പതുക്കെ കയറും എന്നുള്ളൊരു പ്രശ്നമേ ഉള്ളൂ. അതിൻ്റെ ആ ഒരു പ്രശ്നം. മൊത്തത്തിലുള്ള ഒരു കംഫർട്ടും കാര്യങ്ങളും പിന്നെ ചിലവൊക്കെ നോക്കുമ്പോൾ നമുക്ക് എന്തായാലും ഫാമിലി ആയിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു വണ്ടി തന്നെയാണ്. ഈ ഒരു സെഗ്മെന്റ് വണ്ടിയൊക്കെ വരുമ്പോൾ നമുക്ക് പൊതുവെ ബുദ്ധിമുട്ടുണ്ടാകുന്നത് രാത്രികാലങ്ങളിലാണ്. അപ്പോൾ ലൈറ്റിൻ്റെ കാര്യത്തിൽ ഇപ്പോൾ പുതിയ സ്പ്ലെൻഡർ വന്നപ്പോൾ എത്രത്തോളം വിസിബിലിറ്റി ഉണ്ട്? വിസിബിലിറ്റി ഈ ആവശ്യത്തിനുണ്ട്. വലിയ കുഴപ്പമൊന്നുമില്ല. കാണാനൊക്കെ പറ്റുന്നുണ്ട്. കട്ടറുണ്ടെങ്കിലും കാണാൻ പറ്റുന്നുണ്ട്. വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. ഓക്കെ. സാധാരണ നമ്മൾ പഴയ വണ്ടികൾ വരുമ്പോഴാണ് ലൈറ്റ് അങ്ങനെ ഡിമ്മായിട്ട് നമ്മൾ കാണുന്നത്. മേ ബി ഇപ്പോൾ പുതിയ വണ്ടി ആയപ്പോൾ കുറച്ചുകൂടി അത് ബെറ്റർ. എനിക്ക് വലിയ ഇഷ്യൂ ആയിട്ട് തോന്നിയിട്ടില്ല. ആകർഷിൻ്റെ ഹൈറ്റ് എത്ര വരും? എനിക്കൊരു 160 സംതിങ് ഒക്കെ വരുന്നുണ്ടോ? വണ്ടിയിൽ ഇരിക്കുമ്പോൾ വേറെ ബുദ്ധിമുട്ടൊന്നും വരില്ലല്ലോ? എൻ്റെ ഹൈറ്റിന് പറ്റിയ വണ്ടി തന്നെയാണിത്. ഇതിലിപ്പം ആദ്യം ടയേഴ്സ് വരുന്നത് കമ്പനി തരുന്ന ടയേഴ്സ് എത്രത്തോളം ബെറ്ററാണ്? എൻ്റെ ഈ ടയർ എനിക്ക് ഇതുവരെ മാറ്റേണ്ട ഒരു സിറ്റുവേഷൻ വന്നിട്ടില്ല. നല്ല ടയർ തന്നെയാണ് ഉള്ളത്. ഈ സ്കിഡിങ് അങ്ങനത്തെ പ്രശ്നമില്ല. അങ്ങനത്തെ പ്രശ്നമുണ്ട്. അത് സഡൻ ബ്രേക്ക് പിടിക്കുമ്പോൾ നാച്ചുറൽ ആയിട്ട് ഗ്രിപ്പ് നോർമലി കുറവുള്ള ടയർ ആയിരിക്കുമല്ലോ. അതെ. അപ്പോൾ അതുകൊണ്ട് അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ശ്രദ്ധിക്കേണ്ടി വരാറുണ്ട്. ഇപ്പോഴത്തെ മിക്കവാറും വണ്ടികളിലൊന്നും ഫ്യൂൽ ഇൻഡിക്കേഷൻ അത്രത്തോളം ആക്യുറേറ്റ് അല്ല. ഈവൻ എൻ്റെ വണ്ടി റോയൽ എൻഫീൽഡിൻ്റെ മെറ്റിയോറാണ്, പക്ഷേ അതിൽ പോലും ഫ്യൂൽ ഇൻഡിക്കേഷൻ ഒട്ടും ആക്യുറേറ്റ് ഇല്ല. അപ്പോൾ ഇതിൽ പണ്ട് തൊട്ടേ ഫ്യൂൽ ഇൻഡിക്കേഷൻ അത്യാവശ്യം ആക്യുറേറ്റ് ഉള്ള ഒരു വണ്ടിയാണ്. ഇപ്പോഴും അത് അങ്ങനെ കീപ്പ് ചെയ്യുന്നുണ്ടോ? അതെ. ഫ്യൂൽ ഇൻഡിക്കേഷൻ ആക്യുറേറ്റ് ആണ്. പെട്രോളൊക്കെ അടിച്ചാൽ കറക്റ്റ് തന്നെ കാണിക്കുന്നുണ്ട്. വേറെ എന്തെങ്കിലും ഈ മീറ്റർ കൺസോളിനകത്ത് എന്തെങ്കിലും ഇഷ്യൂസ് കണ്ടിട്ടുണ്ട്? ഇടയ്ക്ക് ഇതിൽ എഞ്ചിൻ്റെ ഇൻഡിക്കേഷൻ വരുന്നുണ്ട്. എഞ്ചിൻ വാണിംഗ് വരുന്നുണ്ട് ഇടയ്ക്കിടയ്ക്ക്. അപ്പോൾ അത് അവരോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു? അവരോട് ഞാൻ പറഞ്ഞില്ല, കാരണം ഇതും സർവീസിന് ശേഷമാണ് അങ്ങനത്തെ ഒരു ചെറിയൊരു ഇഷ്യൂ വരുന്നത്. മേ ബി ചിലപ്പോൾ സെൻസറിൻ്റെ കംപ്ലൈൻറ്റ് കൊണ്ട് അങ്ങനെ വരാറുണ്ട്. എന്തായിരുന്നാലും അതൊന്ന് കാണിക്കണം. അപ്പോൾ അടുത്ത നമുക്ക് അതിന് ശേഷം അറിയാൻ പറ്റത്തുള്ളൂ. ഓക്കെ. വേറെ എന്തെങ്കിലും വണ്ടി വേറെ ഇനി മേ ബി മിസ്സിംഗ് ആയിട്ടൊക്കെ ബന്ധപ്പെട്ട വല്ല പ്രശ്നങ്ങളും കൊണ്ടാണോ വാണിംഗ് കാണിക്കുന്നതെന്നുള്ളതും നമുക്ക് അറിയുന്നുണ്ട്. ഓക്കെ. അപ്പോൾ ഇങ്ങനെയുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് നമുക്ക് ഇപ്പോഴും ബാക്കി കിടക്കുകയാണ്. അതെല്ലാം ഇനി അടുത്ത സർവീസും കൂടെ കഴിയുമ്പോഴേ അറിയാൻ കഴിയുകയുള്ളൂ. എന്തായാലും ഈ സർവീസിന് ശേഷമാണ് ഇങ്ങനെ കുറച്ച് പ്രശ്നം വന്നു തുടങ്ങിയത്. അതുകൊണ്ട് അതറിയാനും പറ്റുക. ഇനി അവസാനമായിട്ട് ഈ വണ്ടിയെക്കുറിച്ച് ടോട്ടലി ചോദിക്കുമ്പോൾ എത്രത്തോളം സാറ്റിസ്ഫൈഡ് ആണ് ആകർഷ്? പൊതുവെ എൻ്റെ കൂട്ടുകാരന്മാരൊക്കെ അവർക്കൊക്കെ ഉള്ളത് ഈ R15 പിന്നെ യമഹയുടെയും ഹോണ്ടയുടെയൊക്കെ വണ്ടികളാണ്. അപ്പോൾ അവരൊക്കെ അത് കൊണ്ടുവരുമ്പോൾ ഞാനിത് കൊണ്ടുവരുമ്പോൾ സത്യം പറഞ്ഞാൽ എനിക്ക് ചെറിയൊരു ഷൈനസ് തോന്നാറുണ്ട്. ഷൈനസ് തോന്നേണ്ട ആവശ്യമില്ല. കാരണം ഒന്നാമത് പഴയ വണ്ടി കണക്കല്ല, ഇപ്പോഴത്തെ വണ്ടി നല്ല ലുക്കാണ്. കാരണം ആ ഒരു സമയത്ത് മാത്രമേ ഉള്ളൂ. പെട്രോൾ പമ്പിൽ കയറുമ്പോഴത്തേക്കും ഞാനാണ് അവിടുത്തെ രാജാവാകുന്നത്. കാരണം നല്ല മൈലേജും ഉണ്ട്. എനിക്ക് 120 രൂപയ്ക്ക് 1 ലിറ്റർ പെട്രോൾ അടിച്ചാൽ മതി. വേറെ ഇഷ്യൂ ഒന്നുമില്ല. എനിക്ക് ആവശ്യത്തിന് ദൂരം പോകാനും പറ്റുന്നുണ്ട്. വേറെ കുഴപ്പമൊന്നും ഉണ്ടാകും. ഏകദേശം 80ഓളം മൈലേജ് എന്ന് പറയുമ്പോൾ നമുക്ക് സ്വപ്നം കാണാൻ പറ്റുന്ന ഒന്നാണ്. അതെ, തീർച്ചയായും. ഓക്കെ. പിന്നെ അല്ലാതെ ടോട്ടലി എന്താണ് സാറ്റിസ്ഫൈഡ് ആണ്? അതെ, ഞാൻ 100% സാറ്റിസ്ഫൈഡ് ആണ്. ആദ്യം കൊണ്ടുവന്നപ്പോൾ ഞാൻ അച്ഛനെ കുറച്ച് വഴക്ക് പറഞ്ഞെങ്കിലും, അല്ലെങ്കിൽ അച്ഛൻ കുറച്ച് ഇത് കൊണ്ടുപോയാൽ മതി എന്ന് പറഞ്ഞെങ്കിലും, പിന്നീട് സത്യം പറഞ്ഞാൽ ഇതിപ്പോൾ എനിക്ക് നല്ലതാണ്. കാരണം ഞാനൊരു സ്റ്റുഡൻ്റാണ്. എനിക്ക് വേറെ പ്രത്യേകിച്ച് ഇൻകമൊന്നുമില്ല. അതുകൊണ്ട് വീട്ടുകാരെ ആശ്രയിച്ച് എനിക്ക് പറ്റത്തുള്ളൂ. അപ്പോൾ അതുകൊണ്ട് എന്തുകൊണ്ടും എനിക്ക് ഈ വണ്ടിയാണ് പറ്റുന്നത്. നമ്മുടെ ഇന്നത്തെ ഈ ഒരു റിവ്യൂ വഴി നിങ്ങൾ കുറേ അധികം കാര്യങ്ങൾ മനസ്സിലായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ആകർഷൻ നമ്മളെ ആ ഒരു കാര്യത്തിൽ വളരെയധികം ഹെൽപ്പ് ചെയ്തു. അപ്പോൾ ഡ്രൈവ് ഓട്ടോയുടെ പേരിൽ ആകർഷന് ഒരു വലിയൊരു നന്ദി. താങ്ക് യു. അപ്പോൾ ഡ്രൈവ് ഓട്ടോയുടെ ഇന്നത്തെ എപ്പിസോഡ് വൈൻഡപ്പ് ചെയ്യാൻ സമയമായിരിക്കുകയാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. നിങ്ങൾ സാധാരണ ചെയ്യുന്ന പോലെ നിങ്ങളുടെ വിലയേറിയ കമൻറ്റ് സെക്ഷനിൽ രേഖപ്പെടുത്തുക. ഞങ്ങളുടെ ആകർഷനോട് ചോദിച്ച് പറയേണ്ട കാര്യങ്ങളാണെങ്കിൽ തീർച്ചയായിട്ടും ചോദിച്ച് പറയുന്നതായിരിക്കും. സോ ടീം ഡ്രൈവ് ഓട്ടോ ഈസ് സൈനിങ് ഓഫ് ടുഡേ. ബൈ ബൈ.